ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അതിൻ്റെ പരമാധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ തലവൻ വളരെ മാതൃകാപരമായിട്ടാണ് ഇന്നലെ സംസാരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ചുമതലയുള്ള ആൾ കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ സഭയുടെ അഭിപ്രായമല്ല. ഓർത്തഡോക്സ് സഭയുമായിട്ടും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുമായിട്ടും സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടിക്കും മികച്ച ബന്ധമാണ്. അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണവും പരാതി എന്ന് പറഞ്ഞാൽ പാലക്കാട് പുൽക്കൂട് തകർത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിലെല്ലാം വളരെ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാരിൽ ന്യൂനപക്ഷ മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ജോർജ് കുര്യനും പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാനും ആ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ബാഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സന്ദർഭമാണിത്. പലതരത്തിലും ഇവിടുത്തെ സർക്കാരിൽ നിന്ന്, അതുപോലെ തന്നെ മതഭീകരവാദ ശക്തികളിൽ നിന്നെല്ലാം, വഖഫ് ബോർഡിൽ നിന്നെല്ലാം പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ അവരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ്. ഇത്തരം പ്രചാരണങ്ങളൊന്നും അതിനെ സ്വാധീനിക്കില്ല. ഞങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, മുസ്ലിം മതന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന പരിഗണന ലഭിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ്. മുസ്ലിം മതന്യൂനപക്ഷത്തിന് എന്തെല്ലാം പരിഗണനകളാണോ ലഭിക്കുന്നത്, ആ പരിഗണന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും ലഭിക്കണം എന്ന ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ. അത് നിങ്ങൾ മുനമ്പത്ത് കണ്ടിട്ടുണ്ട്, 80-20 അനുപാതത്തിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്, ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്, കേരളം നേരിടുന്ന പല പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. BJP ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്നേഹയാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. അല്ല, നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞത് ദിവ്യയും CPM ആണ്. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തത്, പോലീസ് എടുത്തത്. ഇത് തന്നെയാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. CPM എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും കടക്കൽ കത്തിവെച്ച് അവരുടെ സെൽ ഭരണം നടപ്പാക്കുകയാണ്. എന്നിട്ട് ആ ഗോവിന്ദ മാഷാണ് പറയുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്തു, ഭരണഘടനയെ കശാപ്പ് ചെയ്തു. സംസ്ഥാന സർക്കാരിനോട് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഗവർണറെ പെട്ടെന്ന് മാറ്റിയത് പെട്ടെന്നല്ല, 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരി.